സുധി ചായ കുറച്ച് എനിക്കുള്ളത് ഇനിയിപ്പോൾ ഷുഗർ കട്ട് ആക്കാൻ പോകും കേട്ടോ. ഷുഗർ ഇല്ലാത്ത ടീ ആണ് ഇനി മുതൽ കുടിക്കാൻ പോകുന്നത് കേട്ടോ. അതും പിന്നെ ഒരു ബനാന ബോയിൽ ചെയ്തതുണ്ട്, അതും പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതിൽ അമ്മ എനിക്ക് വെച്ചതാട്ടോ. അപ്പം ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബോയിൽഡ് എഗും ഇങ്ങനെ പിന്നെ പുഴുങ്ങിയ പഴമില്ല, ഇത് കഴിക്കുന്നത് നല്ലതാട്ടോ. ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്. അതായത് ബനാന എന്ന് പറയുന്നത് അത്രയും ഹെൽത്തിന് ബെനിഫിറ്റ് ആട്ടോ. ഒന്ന് ചാറ്റ് ജി പി ടിയിലൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഏകദേശം എങ്ങനെയാന്നുള്ളത് ചാറ്റ് ജി പി ടി പറഞ്ഞു തരുവേ. സോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇറ്റ്സ് ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോറി, ഒണിയൻ ടൊമാറ്റോ കോളിഫ്ലവർ സോസ് ചെറിയൊരു ഹാഫ് ടീസ്പൂൺ, പിന്നെ ഉപ്പ് 2 ടീസ്പൂൺ ഇട്ടിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി വേണം കേട്ടോ. ഒന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് ഉടച്ചു കൂടി കൊടുക്കുക. പീസസ് എല്ലാം കറക്റ്റ് കഷ്ണങ്ങളായിട്ട് കിട്ടുവേ. നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ടൂലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് കുറച്ച് നേരം വെക്കാം കേട്ടോ. സോ ഇത് നമ്മുടെ കോളിഫ്ലവർ ഒരുവിധം ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കറക്റ്റാണോ നോക്കട്ടെ. ഉപ്പ് കറക്റ്റാട്ടോ. ബട്ട് ഇത്തിരി കൂടിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇത് പാകത്തിന് കേട്ടോ. അത് കോളിഫ്ലവറിലോട്ട് അതങ്ങ് പിടിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അത് നന്നായി ഉടയണേ. ഇനി നമ്മൾ കുറച്ച് സോസ് കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അതൊരു ടേസ്റ്റ് സോയാ സോസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാം. ഒരു ഡ്രോപ്പ് സോയാ സോസ് ആട്ടോ ഞാൻ ഇടുന്നത്. ഒരു ഡ്രോപ്പ് ഇത്രയേ പോകുന്നുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കട്ടെ. ചെറിയൊരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ നമുക്കത് കയ്പ്പ് വരികയാണെങ്കിൽ കുറച്ച് മധുരം, ഒരു ഷുഗർ ഒരു പിഞ്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിൽ ജസ്റ്റ് ലാസ്റ്റ് ഒന്നും താളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതന്നെ അങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് ഒരു സോസ് പോലെ ആക്കിയാൽ മതി. സോസിന്റെ കോണ്ടന്റ് ഞാൻ ഇതിൽ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്നുകൂടെ ഇത് ക്ലോസ് ചെയ്ത് വെക്കുകയാണേ. സോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് അടുക്കള കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ആക്കാൻ പോവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ആയിട്ടൊന്ന് ഈ കറിയും കൂടി റെഡി ആയിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടൊന്ന് കാണിക്കാം കേട്ടോ. സോ ഇത് ഈ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം കേട്ടോ. സോയാ സോസ് ഇടുമ്പോൾ ഒരു ഡ്രോപ്പ് ഇടാം. ഞാൻ കുറച്ച് 3 ഡ്രോപ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതിൽ നമ്മൾ ഉപ്പ് കൂടുതലിടുന്നവരാണെങ്കിൽ സോയാ സോസ് അധികം യൂസ് ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. സോ ഇത് എനിക്ക് ആ റെസിപ്പിയുടെ ആൻറ്റിയുടെ അത്ര എത്തിയില്ല. ബട്ട് എന്നാലും ഞാൻ കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ ഫ്രൂട്ടോമാൻസിൻ്റെ ടൊമാറ്റോ സോസ് ആട്ടോ. അതിൻ്റെ കെച്ചപ്പാണെങ്കിലും നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനത്തെ സോസാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അങ്ങനത്തെ നോക്കുക കേട്ടോ. പിന്നെ ചില്ലി സോസ് ഒക്കെ ഇല്ലേ, അതുണ്ടെങ്കിൽ കുറച്ച് എരിവ് ഫ്ലേവർ അങ്ങനെയുള്ളതെല്ലാം കിട്ടും കേട്ടോ. ചില്ലി സോസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. തക്കാളിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. സോ അടിപൊളിയാട്ടോ കാണാൻ. ഒരു യെല്ലോ കളർ റെഡ് കളർ തക്കാളിയൊക്കെ നല്ല റെഡ് തക്കാളി കേട്ടോ. ഇനി ഒന്ന് കുറച്ചുകൂടെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് ഈ അടിയിലുള്ള വെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത ആ വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാലൻസ് ആഡ് ചെയ്തിട്ടില്ല. സോ ഇതൊന്ന് ഇങ്ങനെ
നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് മൊരിയുന്ന പോലെ ഒന്ന് ആക്കുക കേട്ടോ. കരിക്കണ്ട, നമ്മൾ മൊരിച്ചാൽ മതി. ശരി, ഇനി ഞാൻ ഇതൊന്ന് ഓഫാക്കിയിട്ട് കുറച്ച് നേരം സെറ്റ് ആയതിനു ശേഷം റിവ്യൂ പറയാം കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഫാനിലൊന്ന് കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, ചൂട് പോയിട്ടില്ല കേട്ടോ. സോ ദേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആട്ടോ അത്. ചപ്പാത്തി ആൻഡ് റൈസ്, പൂരി ഇതിൻ്റെ കൂടെയൊക്കെ മിക്സാക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇന്നത്തെ വീഡിയോ ചെറിയാനിക്കുള്ള ഡെഡിക്കേഷൻ കേട്ടോ. അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ആഫ്റ്റർനൂൺ ഓർ ഈവനിങ് വ്ളോഗായിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു. സോ വെൽക്കം ബാക്ക്. ഇത് ഞാനൊരു ആഫ്റ്റർനൂൺ വ്ളോഗ് കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലോങ് വ്ളോഗ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഷോർട്സ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതായത് എൻ്റെ ടൈം കൺവീനിയൻസ് നോക്കട്ടെ, അങ്ങനെ ഞാൻ നോക്കാം. ബട്ട് വൺ തിങ്, അതായത് എന്തോ പറയാൻ വിട്ടു. അതെ, ടോഗോൻ്റെ അടുത്ത് പോയതാട്ടോ ഇന്ന് രാവിലെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് നല്ല ടയേർഡായിട്ട് റെസ്റ്റ് എടുക്കുന്ന പോലെ. ഞാൻ പെട്ടെന്ന് അടുത്ത് കുറച്ച് നേരം ഷെഡിൽ പോയിരുന്നു. അവൻ മേലെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം തൊട്ടൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ അവന്. പിന്നെ അവൻ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു നായ്ക്കുട്ടി കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ. സോ ദേ ഇന്ന് നല്ല ക്ലൈമറ്റ്, ഭയങ്കര ചൂടാട്ടോ. സമ്മർ തീരെ നമുക്ക് എവിടെ ഇരിക്കാൻ പറ്റില്ല. അതായത് പുറത്തിരുന്നാലും ഭയങ്കരമായിട്ട് വേർക്കുക, ഉള്ളിലിരുന്നാലും വേർക്കുക, എവിടെ ഇരുന്നാലും വേർക്കുക കേട്ടോ. അത് ഫാൻ ഇട്ടിട്ടും കാര്യമില്ല, അത്രയ്ക്കും ഉണ്ട് കേട്ടോ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പോലും അറിയുന്നില്ല. അതായത് നമ്മുടെ പാലക്കാട് എന്തൊരു ചൂടാണെന്നറിയോ, സത്യം പറഞ്ഞാൽ തീരെ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നെല്ലൊക്കെ പുഴുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെല്ല് പുഴുങ്ങുന്നുണ്ട്. പിന്നെ ഇത് ഇന്നലെ നമ്മൾ ചെറിയ കുറച്ച് ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, കുറുമക്കറി, അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കുക്കിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ പ്ലേറ്റ്സ് വാങ്ങാതിരിക്കുക. കാരണം ഒന്നാമത്തെ കാര്യം, ഒരു മാർക്കറ്റിംഗ് എന്നൊരു കാര്യം ഇതിലുണ്ട് കേട്ടോ. അപ്പം അത് തെറ്റെന്നല്ല, നല്ലതൊക്കെ തന്നെ. പക്ഷെ ഒരുപാട് പ്ലേറ്റ്സ് ആകുമ്പോൾ നമുക്കതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. അതൊരു കാര്യം. നമ്മളിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ച് സൂക്ഷിക്കുക. സോ ഇത് എൻ്റെ റീചാർജ് അതേ കഴിഞ്ഞിരിക്കുക കേട്ടോ. അതായത് ഓഫർ ഏപ്രിലോടുകൂടി ഓഫർ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ക്വിറ്റ് ചെയ്യില്ല. കാരണം മാക്സിമം വീഡിയോസ് ഇതിൽ ഷൂട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് എന്തായാലും വീഡിയോസൊക്കെ കുറച്ചുകൂടി എഡിറ്റിംഗ് ഒക്കെ അപ്പോഴേക്കും ചെയ്യാനുള്ളൊരു ഇത്, കുറച്ച് ടു ഡു ലിസ്റ്റ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും റീസ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇതെല്ലാം വീണ്ടും വീണ്ടും എഴുതാൻ പോവുകയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കുറച്ച് ടു ഡു ലിസ്റ്റ് എനിക്ക് വെക്കണം. അതായത് ഇനി കുറച്ച്, ഒരു ദിവസം ഞാൻ വെച്ചത് 3 ടു ഡു ലിസ്റ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 10 വെച്ചിട്ട് 10 കറക്റ്റ് ആവുന്നില്ലെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ 3 വെച്ച് ചെയ്തിട്ട് അത് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ എത്ര നമുക്ക് ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇതുപോലെ തന്നെ കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നേ. സോ ദേ ഞാൻ എന്തായാലും ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ എഴുതാനൊരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ ആ ഓൺലൈനിലെ ബുക്ക് മേടിച്ചതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതാം, അതായത് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നോർമലി ടു ഡു ലിസ്റ്റിൽ ഞാൻ എഴുതാറുള്ളത് വേക്കപ്പ് ഏർലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതായത് അത് മാക്സിമം ഞാൻ ഇവിടെ വന്നിട്ട് 1 ഇയറിനുള്ളിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്തൊരു കാര്യമാണ് വേക്കപ്പ് ഏർലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 6 to 7 ഉള്ളിൽ ഞാൻ മാക്സിമം എണിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിൽ മെയിനായിട്ട് അതായത് ബനാന പുഴുങ്ങിയത്, എഗ്ഗ്, കോഫി, ടീ, ഇതാണ് ഇവിടെ രാവിലെ ഒരു മോർണിംഗിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോവുക കേട്ടോ. പിന്നെ ക്ലീനിങ് ചെയ്യാറുണ്ട്, വാഷിംഗ് പ്ലേറ്റ്സ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടു ഡു ലിസ്റ്റിൽ. ഒരു 3 months ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ പ്രെയർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പ്രെയർ കണ്ടിന്യൂ ചെയ്യുന്തോറും നമുക്ക് അത്രയും എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടാനാണ് ചാൻസസ് കേട്ടോ. സോ പിന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രാഫ്റ്റ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ നിന്നാൽ എന്തായാലും അലങ്കോലവും. അതുകൊണ്ട് അത് മാത്രം ഞാൻ പെൻഡിങ്ങിൽ അന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അതായത് എനിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും
ഞാൻ പണ്ട് BEdന് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നില്ല. അതായത് ഞങ്ങളെല്ലാവരും ഓരോരുത്തർക്കും ഓരോ സ്പേസാണ് തരിക. അതായത് ഇപ്പം നമുക്ക് വർക്ക്ഷോപ്പിന് ഇപ്പോൾ ടീച്ചിങ് എയ്ഡ്സൊക്കെ അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഇൻട്രസ്റ്റ് വന്നത്. അതായത് ഒരു ടീച്ചിങ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് BEd ഒക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ചും BPനെയൊക്കെ കാണുന്ന ശേഷം അവരുടെ കൂടെയൊക്കെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ക്രാഫ്റ്റിനോട് ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഈസ്തറ്റിക് ആയിട്ടുള്ള കുറേ വ്ളോഗ്സും ഷോർട്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ക്രാഫ്റ്റിനോടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു ചെറിയൊരു പെൻ സ്റ്റാൻഡില്ലേ, നമ്മൾ ഈ പോപ്സിക്കിൾസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പെൻ സ്റ്റാൻഡ് ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ആ ഒരു മെമ്മറിയിൽ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് കൂടുതൽ കേട്ടോ. പിന്നെ നമ്മൾ സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ, അതായത് കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. സോ എനിക്കത് ചെയ്യാൻ പറ്റി. സോ ഹാപ്പി. ഇനി ഇതിൽ പറ്റാത്തൊരു കാര്യം ഡീക്ലറ്റർ അൽമിറ, അതായത് നമ്മൾ ക്ലീൻ ആക്കി വെക്കുക കേട്ടോ. അൽമിറ ക്ലീൻ ആക്കി വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും ഞാൻ ക്ലീൻ ആക്കാറില്ല, ഒരു മാസത്തിൽ ഒരിക്കലേ ക്ലീൻ ആക്കാറുള്ളൂ കേട്ടോ. ഇനി പ്ലാന്റ്സ് വാട്ടർ ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാറാല തട്ടുക കൊണ്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അന്ന് ചെയ്യാനുള്ളത് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രാവലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാക്കിംഗ് ഇടയിലിടയിൽ നടക്കുന്നുണ്ടായി. ഈ വാക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ എക്സസൈസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കിച്ചൺ വർക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്, അങ്ങോട്ട് റോഡ് സൈഡാണ്, അതങ്ങനെ പോകാറുണ്ട്. പിന്നെ ഒരു ഫേവറേറ്റ് ഷോ വാച്ച് ചെയ്യുക, അതായത് നമുക്ക് ഇഷ്ടമുള്ള സിനിമ അല്ലെങ്കിൽ സീരീസ്. ഇപ്പം നമുക്ക് ഫോണിൽ തന്നെ കിട്ടണമെന്നില്ലെങ്കിൽ ജസ്റ്റ് TV-യിലാണെങ്കിലും, കുട്ടി TV ആണെങ്കിലും വലിയ TV, എന്ത് TV ആണെങ്കിലും നമുക്കിപ്പോൾ എല്ലാം അവൈലബിൾ അല്ലേ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോയിട്ട് അങ്ങ് ചെയ്യുന്ന സെൻസ് അങ്ങോട്ട് കാണുക, നമുക്ക് ഇഷ്ടമുള്ളത് എന്താ അതങ്ങ് കാണുക. ഇപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ അതങ്ങ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ ബുക്സ് വായിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയി ബാലഭൂമി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. സോ ദെൻ കുഞ്ചുവിനും കൊടുത്തു, PPക്കും കൊടുത്തു, അവരും വായിച്ചു. എൻ്റെ ബ്രദറും ഇതുപോലെ ഒരു അഡിക്റ്റാണ് കേട്ടോ ബാലഭൂമിയുടെ. അതെനിക്കൊരു നൊസ്റ്റു ആയിരുന്നേ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അവന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, എടാ അത് നോക്കടാ എങ്ങനെയുണ്ട് നിൻ്റെ പഴയ കാലഘട്ടത്തിലെ ബാലഭൂമി പറഞ്ഞിട്ട് ലുലുമാണെന്ന് എടുത്തിട്ട് വന്നതായിരുന്നു കേട്ടോ. അത് പക്ഷെ കഥകളൊക്കെ നല്ല ഫസ്റ്റ് സ്റ്റോറി തന്നെ നല്ല മോറൽ സ്റ്റോറിയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ സ്ക്രിപ്റ്റിംഗ് ചെയ്യാറുണ്ട്. സ്ക്രിപ്റ്റിംഗ് മീൻസ് നമ്മളിങ്ങനെ ടോപ്പിക്സുകളില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കും. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കോണ്ടന്റ് ക്രിയേഷനിൽ. ഇപ്പം ഞാൻ ഇന്നൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്, അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ പറയണം എന്നുള്ളത് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നോട്ടായിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ ഓണായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേ പുതിയൊരു ഫ്രഷ് പേജ് എടുത്തിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ബാക്ക് ക്യാം ഒക്കെ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ടു ഡു ലിസ്റ്റ് എങ്ങനെ എഴുതണമെന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്കിത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ എനിക്കിത് ചിത്രം വരയുടെ ഒരു ടച്ചൊക്കെ വിട്ടത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഇതിങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കാം. സോ ബാക്ക് ക്യാം ഒന്ന് ഓണാക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബുക്ക്ലെറ്റിലാണ് സാധാരണ എഴുതാറുള്ളത്. ഇതിൻ്റെ ഒരു 5-6 മേടിച്ച് വെക്കണമെന്നായിരുന്നു എനിക്ക് ആക്ച്വലി പ്ലാൻ. പക്ഷേ ആദ്യം ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബുള്ളറ്റ് പോയിന്റ്സ് ചെയ്യുന്നവർക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ചെയ്യാം, നമ്പേഴ്സ് ചെയ്യുന്നവർക്ക് നമ്പേഴ്സ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് നമ്മൾ എന്തായാലും ഏർലി വേക്കപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റ് വേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലേറ്റ് വേക്കപ്പ് ചെയ്യാം കേട്ടോ. ഏർലി അത് എഴുതുക, നിങ്ങൾ എങ്ങനെയാണോ കംഫർട്ടബിൾ നിങ്ങളത് കൊടുക്കുക. ദെൻ സെക്കൻഡ് വൺ ഇതിൽ വന്നിട്ട് ഏർലി വേക്കപ്പ് കഴിഞ്ഞ് മിക്കവാറും നമ്മൾ ടീ കോഫി അങ്ങനത്തെ പേഴ്സൺസ് ആയിരിക്കില്ലേ. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ബനാന, പിന്നെ എഗ്ഗ്, ദെൻ ടീ കോഫി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഞാനൊന്ന് ക്യാമറ സ്റ്റാൻഡ് ചെയ്യട്ടെ, വെയിറ്റ്. സോ ദി ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് എല്ലാം അറേഞ്ചിങ്, അതായത് ഒരു അറേഞ്ചിങ് ചെയ്യുക. എനിക്കൊരു ഓർഗനൈസിങ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വ്ളോഗൊക്കെ ആക്ച്വലി ചെയ്യുന്നത്. വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ തനിയെ ഇനി ഓർഗനൈസിങ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഓർഗനൈസിങ് ചെയ്യുക, അത് ഞാൻ നന്നായി ചെയ്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ സിംഗിളായിട്ടൊരു റൂമൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റാക്കി തരാൻ വേണ്ടി എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്കിളിനോട് ആ സ്റ്റഡി ടേബിൾ എനിക്ക് ഉണ്ടാക്കി തന്ന അങ്കിളിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് നീറ്റായിട്ട് എൻ്റെ ബുക്സും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ ബുക്കും എല്ലാ കാര്യങ്ങളൊക്കെ വെക്കാം. ചേച്ചി ഹോസ്റ്റലിലായത് കൊണ്ട് എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും,
ബട്ട് അതിൻ്റെ ഒരു പഴയൊരു വീടുണ്ടായിരുന്നു. ബട്ട് അത് വ്ളോഗിൽ ഇത് ഈ ഫോണിലല്ലായിരുന്നു കേട്ടോ, എൻ്റെ പഴയൊരു ഫോണിലായിരുന്നേ. സോ അതിലായിരുന്നു ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷെ അതെല്ലാം ആ വീഡിയോസൊക്കെ ഡിലീറ്റഡ് ആയി പോയിട്ടോ. അത് എനിക്ക് ഇതിലേക്ക് എന്തായാലും പുതിയ ഫോണായതുകൊണ്ട് ഇതിലോട്ട് എന്തായാലും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓർഗനൈസിങ് നല്ല നീറ്റായിട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. ഷെൽഫ് ഓർഗനൈസ് ചെയ്യുക പറയും നമ്മളതിന്, ഷെൽഫ് ഓർഗനൈസിങ് എന്ന് പറയും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ 5ാമത്തേത് ചെയ്യുന്നത് ജേർണലിംഗ് ആണ്. ഇപ്പം ജേർണലിംഗ് ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, അതായത് നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ്, എന്തൊരു കാര്യവും നമുക്ക് നെഗറ്റീവായിട്ടും ഉണ്ടാവും പോസിറ്റീവായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ളതിനെയും പോസിറ്റീവായിട്ടുള്ളതിലും എല്ലാത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. എയ്സ്തെറ്റിക് ആയിട്ട് ചെയ്യുന്നവർക്ക് എയ്സ്തെറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇത്. ഇനി 6th വൺ വന്നിട്ട് ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് ഞാൻ ജേർണലിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് എനിക്ക് ക്ലോത്ത്സ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ക്ലോത്ത്സ് വാഷിംഗ് ആണ് ഞാൻ ടു ഡു ലിസ്റ്റിൽ ഇടാൻ പോകുന്നത്. ഇപ്പോൾ 6 പോയിന്റ്സ് ആണ് ഇടുന്നത്. അപ്പം ഞാനിതിൽ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 7ഉം 8ഉം പോയിന്റോടുകൂടി നിർത്തും കേട്ടോ ഞാൻ. ഇനി ക്ലോത്ത്സ് വാഷിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വന്നിട്ട് വാട്ടറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. വാട്ടറിങ് പ്ലാന്റ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ട്രൈയിങ് ഔട്ട് ന്യൂ റെസിപ്പീസ്. അതെ, ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് കേഴ്സീവ് ആയതുകൊണ്ട് ക്ലീൻ ആയിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. സോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ടു ഡു ലിസ്റ്റ് എഴുതുന്നതെന്നുള്ളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഒരു ടു ഡു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ. അതായത് നമുക്കിത് എപ്പോഴും സാധിച്ചില്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ടൈം കിട്ടില്ലേ. അപ്പോൾ ആ ടൈമിലേക്ക് മാക്സിമം ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വേയിൽ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ എൻ്റെ പഴയ വീട്ടിലൊരു കഥ പറഞ്ഞുതരാം. അതായത് ഞാൻ ഒരു റൂമിൽ, അതായത് എൻ്റെ മുത്തശ്ശൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. ആ റൂം മാക്സിമം ഞാൻ നല്ല ക്ലീൻ ആക്കി വെക്കാനാണ് നോക്കുക കേട്ടോ. എപ്പോഴും അതെ, എനിക്കത് ക്ലീൻ ആക്കി ഇരുന്നില്ലെങ്കിൽ ഒരു സമാധാനമല്ല. കാരണം വേറെ എവിടെ വൃത്തിയില്ലെങ്കിൽ എനിക്ക് അവിടെ ക്ലീൻ ആക്കി ഇരിക്കണം. അതുപോലെ തന്നെ എഴുതാൻ വേണ്ടി ഞാൻ ആ റൂം മാക്സിമം എടുക്കും. അതായത് ഇഷ്ടംപോലെ എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാക്സിമം എടുക്കും. പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എഴുതാൻ വേണ്ടിയിട്ടാട്ടോ അവിടെ എടുക്കുക. എനിക്ക് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ടേബിൾ മെസ്സാവാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ആ മെസ്സാവുന്ന ടേബിളിനെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെക്കും. ഇന്ന് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം സ്പേഷ്യസ് ആണ്. എവിടെ വേണമെങ്കിലും പോയിട്ട് നമുക്ക് ഇരുന്ന് പഠിക്കാം. അതായത് ഇരുന്ന് പഠിക്കാൻ ഒരു ഇതുണ്ട്. ഇവിടെ അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും ഏത് കോണിൽ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. പക്ഷെ ഇപ്പോൾ നല്ല സമ്മർ ആയതുകൊണ്ട് സമ്മറുമാണ്, കാറ്റും വരുന്നുണ്ട്, സ്റ്റാൻഡും ഇളകുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് നമുക്ക് പഠിത്തം എന്ന് പറയുന്നത് ആക്ച്വലി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. അതായത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഈ ജനറേഷനിൽ കുട്ടികൾക്ക് നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ബുദ്ധി കൂടുതലാണ്. അതിപ്പോൾ ഞാൻ എക്സ്പെഷ്യലി പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജനറേഷൻ വൈസ് ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ജനറേഷൻസ്, നമ്മുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഒരു ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു സിസ്റ്റം, അതായത് അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത് ഇന്നത്തെ രീതിയിൽ. പക്ഷെ എന്നാലും അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവർക്കും ഇതുപോലെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഈ ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും കിട്ടിയിരുന്നെങ്കിൽ എത്രയോ പേര് രക്ഷപ്പെട്ടു പോയാൽ, എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ രക്ഷപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് പലപ്പോഴായിട്ട് എനിക്കങ്ങനെ തോന്നാറുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും കോളേജിൽ പഠിച്ച സമയത്ത് മാക്സിമം, അതായത് ഡിഗ്രി ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക വൈബായിരിക്കും. കാരണം ആ ടൈമിൽ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളവിടെ നോക്കി ഇങ്ങനെ ജസ്റ്റ് കണ്ണ് തുറന്ന് വെച്ച് ഉറങ്ങുന്ന ഒരവസരം. പക്ഷെ അവരുടെ ക്ലാസ് അത്ര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മളത് കേട്ടിരിക്കും. അത് അത്രയും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമ്മളത് കേട്ടിരിക്കുന്നത്. പക്ഷെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. അതായത് ഒരാൾക്ക് ലിസണിങ് കപ്പാസിറ്റി പറയുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, 20 മിനിറ്റ് ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ലെക്ചർ നോട്ട്സ് എഴുതാനായിട്ട് നോക്കും. അപ്പോൾ ഉറക്കം പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സോ ഞാൻ UGC നെറ്റിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കുറച്ച്
വീഡിയോസും നോക്കണം. ഞാൻ സ്റ്റോറീസ് വായിക്കുന്നുമുണ്ട്, വീഡിയോസും നോക്കിയിട്ട് അത് ചെയ്യാട്ടോ. ഇപ്പോൾ എൻ്റെ ഓഫർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ട് അതിൽ ബുക്ക് വായിക്കാനായിട്ട് പോവുക കേട്ടോ. ഇനി കിട്ടുന്ന സമയങ്ങളിലൊക്കെ മാക്സിമം റീഡിങ്, പിന്നെ കുറച്ച് TV കാണും, അതായത് കുറച്ച് ഫേവറേറ്റ് ഷോസൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ സൺ ഡയറക്റ്റ് ആയതുകൊണ്ട് ഓൾറെഡി ഇഷ്ടംപോലെ ഷോസൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ എല്ലാ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. എനിക്ക് കൂടുതലും ഹിന്ദിയാണ് ഇഷ്ടം, പക്ഷെ എന്നാലും ഞാൻ ഇംഗ്ലീഷും നോക്കും. മനസ്സിലായി? ഇവിടെ എല്ലാവരും എല്ലാം കാണും. അപ്പോൾ ഇംഗ്ലീഷും കാണും, മലയാളവും കാണും. പിന്നെ മലയാളത്തിൽ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൂവീസ് ഇങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോർ വരും. അപ്പോൾ ഒരു ലാംഗ്വേജിൽ ഒരു സെക്ഷൻ കഴിയുമ്പോൾ രണ്ടാമത്തെ ലാംഗ്വേജ് തമിഴ് എടുത്ത് നോക്കും. തമിഴിൻ്റെ ബോറടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹിന്ദി എടുത്ത് നോക്കുക. ഹിന്ദി കഴിയുമ്പോൾ ഇംഗ്ലീഷ് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഇന്ന് TV കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് നല്ലൊരു മൂവി കേട്ടോ. അതായത് ഭയങ്കര നമ്മളിങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ടയേർഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്ത് സുഖം, അതായത് കുറച്ചൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. അതിൽ ഈ മേക്കിങ്ങും കാര്യങ്ങളും BGM മ്യൂസിക്കൊക്കെ ഇങ്ങനെ കുറച്ച് കാമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് റിലാക്സ് ആവാനുള്ളൊരു ടൈമാണ് കേട്ടോ അത്. അത് നല്ലോണം അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. സോ ഇത് എന്തായാലും ആഫ്റ്റർനൂൺ വ്ളോഗ് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗാലറി ഹാങ് ആയിട്ടുണ്ടായിരുന്നു. സോ അത് ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈവനിങ് വ്ളോഗും കൂടെ ഞാൻ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് എടുത്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ. എനിക്കിപ്പോൾ നേരത്തെ വെച്ചിട്ട് കുറച്ച് കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, സാധാരണ ഞാൻ ഇങ്ങനെ മുന്നിൽ വന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഷിവറിങ് ആണ്. ഇത്രയും നാൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് വരുന്നുണ്ട്. പ്രസൻറ്റേഷൻ കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് ഒന്ന് കമൻസ് ആയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ട്, എനിക്കൊരു Q&A ചെയ്യണമെന്നുണ്ട് കേട്ടോ. കുറച്ച് ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എന്തായാലും അത് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.